Hello guys, once again welcome back to Dark VFX Studio. അപ്പോൾ നമ്മൾ മായ സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മായ ഇപ്പോൾ അർജന്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ സിനിമ 40 അല്ലെങ്കിൽ മായ നമുക്ക് ചെറിയ മോഡലിംഗുകളൊക്കെ ചെയ്ത് നമുക്ക് അൺറിയൽ എഞ്ചിന്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ നിന്നിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് മോഡലിനെ പുതിയൊരു മോഡൽ, അതായത് അൺറിയൽ എഞ്ചിനിൽ ഒരുപാട് മോഡൽസ് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അൺറിയൽ എഞ്ചിനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ബേസിക് ഒക്കെ നോക്കാം അല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ മായ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇന്റർഫേസ് ആണല്ലേ കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ റൈറ്റിലായിട്ട് ഒരു ക്യൂബ് കാണാം. അപ്പോൾ ആദ്യം ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും കണ്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ ക്യൂബാണ് കാണുക അല്ലേ. ഈ ക്യൂബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിഡ് കണ്ടോ, ഈ ഒരു പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരാണ് ഗ്രിഡ്. ഓക്കെ അല്ലേ. ഈ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗം കാണണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അതാണ് ഈ ഗ്രിഡിൻ്റെ ഉദ്ദേശം. ഈ ഗ്രിഡിൻ്റെ മുകളിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ടേബിളിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് കറക്കുന്ന ഒരു ടേബിൾ ആണെങ്കിൽ നമ്മൾ മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ, കളിമൺ മോഡലിംഗ് ഒക്കെ. അപ്പോൾ അവർ ഇതിൻ്റെ മുകളിൽ ഗ്രിഡിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് കറക്കിയാണ് യൂസ് ചെയ്യുക അല്ലേ. അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഗ്രിഡിൻ്റെ സെയിം സാധനം തന്നെ. ഈ ഗ്രിഡിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് ഓക്കെ, അത് നമുക്കൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ ഇവിടേക്ക് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലേ. അതിന് നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ സ്പിയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്, അതുപോലെ സിലിണ്ടർ ഉണ്ട്, കോൺ ഉണ്ട്, ഒരുപാട് എന്താ പറയുക മോഡൽസ് വേണോ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ നമ്മൾ പറയുന്നത് ഷെൽഫ് എന്നാണ് കേട്ടോ. ഈ ഷെൽഫിൽ നമുക്ക് ഇതാ ഇവിടെ കർവുകൾ, സർഫേസുകൾ, അതുപോലെ എഫക്റ്റുകൾ, UV മാപ്പിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് പോളി മോഡലിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡൽസിന് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ടെക്സ്റ്റ് ഒക്കെ ഉണ്ടോ, ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, എല്ലാ ഓപ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ക്യൂബിന് ഇതിലേക്ക് ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ക്യൂബ് ഇവിടെ അപ്പിയർ ആവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണണമെങ്കിൽ നമുക്കിങ്ങനെ കറക്കി നോക്കാം അല്ലേ. ഇപ്പം 4 ഭാഗവും പിന്നെ താഴ്ഭാഗവും മോൾ ഭാഗവും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് ഗ്രിഡിൻ്റെ പ്രത്യേകത. ഈ ക്യൂബ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്ന് കരുതുക, നമ്മളൊരു വീടാണ് കരുതുക. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് എപ്പോഴും കിട്ടണം. അപ്പോൾ ഇതിങ്ങനെ കറക്കി നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടാണോ ബാക്കാണോ നമുക്ക് ചെയ്ത് വരുമ്പോൾ സംശയമായി കഴിഞ്ഞാൽ അത് മാറാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ക്യൂബ്. ഈ ക്യൂബ് ഉണ്ടാവും. ഈ ക്യൂബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ ഹെഡ്സപ്പ് ഡിസ്പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വ്യൂ ക്യൂബ് എന്നുണ്ടാവും. ഈ വ്യൂ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ വ്യൂ ക്യൂബ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. വ്യൂ ക്യൂബ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഈ ബാക്ക് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടാണെങ്കിൽ വീടിൻ്റെ ബാക്ക് ഭാഗം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് ഇതിനിങ്ങനെ കറക്കിയിട്ട് ലെഫ്റ്റ് സൈഡാണ് കാണണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് അടിച്ചാൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്യൂബ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഞാനത്തെ പറഞ്ഞ പോലെ വീടാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ ക്യൂബിനെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഗ്രിഡും അതുപോലെ തന്നെ കറങ്ങും. കത്തിയോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് എപ്പോഴും കാണേണ്ടത് വെച്ചാൽ ഫ്രണ്ട് ആക്കി വെക്കാം. ഇനി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ താഴേക്ക് ഉണ്ടോ, ഫ്രണ്ടിൻ്റെ ഈ കോർണർ കിട്ടണമെങ്കിൽ കോർണർ കിട്ടും കണ്ടോ. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കിട്ടും ഇതിന് കണ്ടോ. ടോപ്പ് വ്യൂ എല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കറക്കിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏത് വ്യൂ എന്നുള്ള സംശയം തീർക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിപ്പോൾ മാനുവലി ഇതെങ്ങനെ ഗ്രിഡ് കറക്കാന്ന് വെച്ചാൽ ലെഫ്റ്റ് മൗസ് ബട്ടണ് ഓപ്ഷൻ കീ, വിൻഡോസിലാണെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്യുക, മാക്കിലാണെങ്കിൽ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഏത് ഭാഗത്തേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് എവിടേക്കോ കറക്കി ഇങ്ങനെ കൊണ്ടുവച്ച് ഇത് ഏത് ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഫ്രണ്ട് തല കുത്തനെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഗ്രിഡ് തല തിരിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് റൊട്ടേറ്റ് ആയിട്ട് നേരെ വരും. അപ്പോൾ ഞാൻ എങ്ങനെ കറക്കി കൊണ്ടുപോയാലും അതിൻ്റെ വശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഒരു ടോപ്പ് ലെഫ്റ്റ് ഫ്രണ്ട് എന്നുള്ള ആ ഒരു കോർണറാണിത്. കറക്റ്റ് കിട്ടിയില്ലേ. ഇനി നമുക്ക് മൗസ് ഉപയോഗിച്ചുകൊണ്ട് സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിഡിൽ ബട്ടൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഓപ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മുന്നോട്ടേക്ക് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ട് സൂം ഇൻ കിട്ടും. ഇത് വിൻഡോസിലാണെങ്കിൽ ആൾട്ട് കീ കേട്ടോ. ആൾട്ട് കീ പ്രസ് ചെയ്യുക, ബാക്കോട്ടേക്ക് മുന്നേക്കും ട്രാക്ക് ചെയ്താൽ ഇതുപോലെ സൂം ഔട്ട് സൂം ഇൻ കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ചുറ്റിലും കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക, ഗ്രിഡിനെ കറക്കി എടുക്കുക അല്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിനൊന്ന് പാൻ ചെയ്തിട്ട് എവിടേക്കെങ്കിലും എടുത്തു വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്ഷൻ കീ പ്രസ് ചെയ്യുക, മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കും എടുത്തു വെക്കാൻ പറ്റും. കണ്ടോ, നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. ഇതുകൊണ്ട് ഓപ്ഷൻ കീ വിൻഡോസിലാണ് ആൾട്ട് കീ കേട്ടോ. ഓപ്ഷൻ കീ എന്ന് പറയുന്നതൊക്കെ വിൻഡോസിൽ ആൾട്ട് കീ ആയിരിക്കും. അതുപോലെ കമാൻഡ് കീ എന്ന് പറയുന്നതിന് പകരം വിൻഡോസിൽ കൺട്രോൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഐഡിയയിൽ എത്തിയാൽ മതി. ഓക്കെ അല്ലേ. ഇത്രയായി. ഇനി നമുക്ക് പറയാനുള്ള ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ, ഈ ഒരു എന്താ പറയുക,
ഇങ്ങനെ കാണുന്ന 3D ആയിട്ട് കാണുന്നതിന് പറയുന്നതാണ് പെർസ്പെക്റ്റീവ് വ്യൂ എന്നാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂവിന് പെർസ്പെക്റ്റീവ് വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂ മാത്രമല്ല, നമുക്ക് അതുപോലെ സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അതുപോലെ അപ്പ് വ്യൂ, ടോപ്പ് വ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ജസ്റ്റ് വെച്ച ശേഷം സ്പേസ് ഇല്ലേ നമ്മുടെ കീബോർഡിൽ സ്പേസ് ബാർ ആ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 വ്യൂകളായിട്ട് കിട്ടും. അതിൽ ഈ ഒരു വ്യൂ ഉണ്ടോ, ടോപ്പ്, അതായത് വൈ ആക്സിസിലുള്ള ടോപ്പ് വ്യൂ ആണ് കാണുന്നത്. ഈ ക്യൂബിന്റെ ടോപ്പാണ് കാണുന്നത്. ഇത് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ കറക്റ്റ് മനസ്സിലാവും, എന്തെങ്കിലും ആനിമലൊക്കെ ആണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ ആണ്, ഇത് അവിടെ ടോപ്പിൽ നിന്ന് കാണാനും പറ്റും. ഇനി ഈ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് വ്യൂ. ഒന്ന് നമ്മളെ ഫ്രണ്ട് വ്യൂവിന് ഇവിടെ അങ്ങനെ ഫ്രണ്ട് വ്യൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സുഖമാണ്. ഇതിന് 3D ആയിട്ട് കറങ്ങില്ല, 2D ആ ഒരു പ്ലെയിനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് Z ആക്സിസ് അല്ലെങ്കിൽ Z ആക്സിസിലാണ് ഇത് കാണുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു സൈഡ് ആക്സിസ് കിട്ടും, X ആക്സിസിൽ റൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ കണ്ടോ, റൈറ്റ് കോർണറിനാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് ബാക്ക് ഇങ്ങനെ കറക്കിയിടാൻ പറ്റും കേട്ടോ. ലെഫ്റ്റ് ആ ഒരു മോഷൻ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, കണ്ടോ ടോപ്പ് വ്യൂ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ സൈഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വ്യൂ നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഇതൊക്കെ നമുക്ക് ഇനി മുന്നോട്ടേക്ക് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചില പ്രത്യേക സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇനി ഇത് ബാക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ മൗസ് ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ ടോപ്പ് വ്യൂയിലേക്ക് മാത്രം പോകും. ഇനി തിരിച്ച് അങ്ങോട്ട് എങ്ങനെ പോകാന്ന് വെച്ചാൽ ഒന്നുകൂടെ സ്പേസ് അടിക്കുക. എന്ത് ചെയ്യുക, ഈ ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൗസ് വെക്കുക, എന്നിട്ട് സ്പേസ് അടിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അതിന് കീ ആയിട്ട് തന്നെ ഉണ്ട്, അവിടെ കണ്ടോ. ഈ ഒരു കീ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഓപ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ മെയിൻ പെർസ്പെക്റ്റീവിലേക്ക് പോകണമെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഏരിയയും പരിചയപ്പെട്ടു അല്ലേ. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇവിടെ ഒരു ക്യൂബ് നമ്മൾ ആഡ് ചെയ്തു. ആ ക്യൂബ് ഇതാ ഇവിടെ കാണാൻ പറ്റും. ഒരു പ്ലെയിന്, ഒരു ക്യൂബ്, ഒരു പെർസ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്, ഈ ഗ്രിഡിന്റെ മുകളിലേക്ക് എന്ത് ആഡ് ചെയ്താലും അത് ഇവിടെ കാണാൻ പറ്റും. ഒരു മരത്തിന് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു, ആ മരത്തിന് ഇവിടെ കാണാൻ പറ്റും. ഒരു ലീഫ് ഉണ്ടെങ്കിൽ ആ ലീഫ്, ഒരു ബോക്സ്, ക്യൂബ്, എന്ത് സാധനം, സ്ക്വയർ, സർക്കിൾ, എന്ത് സാധനങ്ങൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു അതൊക്കെ ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ലെയറുകൾ എന്നൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ പറയുമ്പോൾ ഇവിടെ ഓരോരോ ഒബ്ജക്റ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ സെലക്ട് ആവും. ഇനി സെലക്ട് ആയോ എന്ന് എങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പച്ച കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അത് സെലക്ട് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് ടൂൾസിനെ കാണാൻ പറ്റും. ഇതാണ് മെയിൻ ഏരിയ. നമ്മൾ ആദ്യം പറയേണ്ട കാര്യങ്ങളായിരുന്നു. ഇത് ജസ്റ്റ് സെലക്ഷൻ ടൂള്. ഇപ്പോൾ നമ്മുടെ ഈ ക്യൂബിനൊന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ 2 ടൂളും ഇവിടെ ഇപ്പോൾ 10 ഒബ്ജക്റ്റ് ഉണ്ട്, 10 സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വരച്ചിട്ട് 10 സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇതാണ് ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടൂള്. ഇതാണ് മൂവ് ടൂള്. ഇതിൻ്റെ ഷോർട്ട് കട്ട് W ആണ്. W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടോ മൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കിട്ടും. ഇനി ഈ റെഡിൽ പ്രസ് ചെയ്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു ആക്സിസിൽ മാത്രം മൂവ് ചെയ്യും. മനസ്സിലായോ. ഇനി ഈ പച്ച പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടേക്കും താഴേക്കും ആ ഒരു ആക്സിസിൽ മാത്രം മൂവ് ചെയ്യും. നീല പ്രസ് ചെയ്താൽ മുന്നോട്ടേക്കും ബാക്കോട്ട് ഈ ഒരു ആക്സിസിൽ മാത്രം മൂവ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് ഇങ്ങനെ കോർണറായിട്ട് ഇത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നീല കണ്ടോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്സിൽ വേണമെങ്കിലും മൂവ് ചെയ്യാം. മേലോട്ടേക്ക്, താഴോട്ടേക്ക്, അതുപോലെ കണ്ടോ അങ്ങനെ മൂവ് ചെയ്യാനുള്ള. ഈ പച്ച അതുപോലെ തന്നെ അങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരോപ്ഷനാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ ഇതിനെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഇതാ മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാം നമുക്ക് അല്ലേ. ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്താൽ മാത്രം പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്ന് കരുതാം. അപ്പോൾ അതിന് തൊട്ട് താഴെ ടൂള്, അതായത് ഷോർട്ട് കട്ട് E ആണ്. ഈ ടൂള് പ്രസ് ചെയ്യുക, അത് റൊട്ടേഷൻ ടൂളാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ ക്യൂബിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതാ സിമ്പിളായി ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റെഡ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക, ബ്ലൂ പിടിച്ച് റൊട്ടേറ്റ് ചെയ്താൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ പല തരത്തിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് സ്കെയിലിംഗ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂട്ടുക, കുറയ്ക്കുക, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്കെയിലിംഗ്. നമുക്കിങ്ങനെ ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂട്ടണം, ഇങ്ങനെ കൂട്ടണം എന്നൊക്കെ വെച്ചാൽ ഈ ഒരു രീതിയിൽ. അതുപോലെ മൊത്തത്തിൽ സ്കെയിൽ ചെയ്യണമെങ്കിൽ നടുവിൽ ഇവിടെ പിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ല, ഇങ്ങനെ സ്കെയിലിങ്. അപ്പോൾ ഇത്രയാണ് സ്കെയിലിങ്ങിൻ്റെ ഈ ഒരു ടൂൾസിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ഒരു യൂസ്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ടൂളും കൂടെ ഉണ്ട്. നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, മുന്നോട്ടേക്ക് പറഞ്ഞു പോകാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഇത്രയും ടൂളുകൾ, അതായത് കീബോർഡിൽ ലെഫ്റ്റിൽ വരുന്ന WER എന്ന് പറയുന്ന 3 ബട്ടണുകളാണ്. WER എന്ന് പറഞ്ഞ് കണ്ട ഈ ടൂളുകളുടെ ഷോർട്ട് കട്ട്. ഓക്കെ അല്ലേ.
അപ്പോൾ ഇത് വല്ലാതെ ഒരു കോലത്തിലായി പോയി അല്ലേ. ഇതിൻ്റെ സൈസ് മാറിപ്പോയി, ഇതിൻ്റെ പൊസിഷൻ മാറിപ്പോയി, റൊട്ടേഷനൊക്കെ മാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരെ ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വീണ്ടും സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചാൽ മറ്റോ സെലക്ട് ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിനൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ സെലക്ഷന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും ഈ ഒരു പാനലിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ വേണ്ടി നമ്മൾ ചെയ്യുക? അതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഏതാണ് ഒബ്ജക്റ്റ്, ഇത് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ആ ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ആയി എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റൊട്ടേറ്റ് ആയി, സ്കെയിൽ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഡിഫോൾട്ട് ആക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 0-ലായിരിക്കും ചെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടോ 0.147 ആയി, 2.23 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാല്യൂ ഒക്കെ മാറിപ്പോയി അല്ലേ, മൈനസ് വാല്യൂ വന്ന്. അപ്പോൾ അതൊക്കെ മാറ്റാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് 0 പ്രസ് ചെയ്യുക, ടാബ് പ്രസ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. താഴേക്ക് 0 ടാബ് ഇങ്ങനെ 0 അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഡിഫോൾട്ട് ആയിട്ട് അത് വരും. ഓക്കെ അല്ലേ? അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് അതിൻ്റെ സ്കെയില് കൂടി 0 ആയി പോകും അല്ലേ. സ്കെയിലിംഗ് 0 ആകാൻ പാടില്ല. സ്കെയിലിംഗ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കൊടുത്താലേ അതിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിനെ കറക്റ്റായിട്ട് ആദ്യം എവിടെയായിരുന്നു ഉണ്ടായ അതേ ഒരു പൊസിഷനിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ പിവോട്ട്, ഈ ഒരു XYZ ഈ ഒരു ആരോ കണ്ടോ, ഇത് നമ്മൾ പറയുന്ന ഒരു പിവോട്ട് എന്നാണ്. നമുക്ക് മോഡിഫൈൻ്റെ അകത്ത് കാണാൻ പറ്റും. മോഡിഫൈ എന്നുള്ള ഈ ഒരു ബട്ടൻ്റെ അകത്ത് കണ്ടോ പിവോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ, സെൻറ്റർ പിവോട്ട് എന്നുള്ള ഈ സെൻറ്റർ പിവോട്ട് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ ക്യൂബിൻ്റെ സെൻറ്ററിലേക്ക് ഈ പിവോട്ട് മാറി. ഓക്കെ, നേരത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പിവോട്ട് നമുക്ക് ഇവിടുന്ന് മാറ്റണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഈ ഒരു ആംഗിൾ ഇവിടെ നിന്നുകൊണ്ട് ബാക്കി മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് എഴുതുക. ഞാൻ കാണിച്ചത് ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പിവോട്ടിനെ മാറ്റണമെങ്കിൽ ഡി ഇല്ലേ, കീബോർഡിൽ ഡി ഫോർ ഡോഗ്, ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിവോട്ടിനെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ ഈ കോണിലേക്ക് കൊണ്ട് സെറ്റാക്കി വെച്ചു. ഇനി എന്ത് ചെയ്തു? ഡി എന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആയി. കൊണ്ട് പിവോട്ട് അവിടെയാണുള്ളത്. ഈ ഒരു പൊസിഷനിലാണ് പിവോട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ റൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞാൽ ആ പിവോട്ട് എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. കണ്ടോ, നേരത്തെ നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു കറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ കാണിച്ചു തരാം. ഈ ഒബ്ജക്റ്റ് നേരത്തെ കറങ്ങിയിട്ടുണ്ടായിരുന്നേ മോഡിഫൈയിൽ സെൻറ്റർ പിവോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒബ്ജക്റ്റ് ഇങ്ങനെ നടുവിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് ഈ ഒരു പോയിന്റിനെ ആ ഒരു സെൻറ്റർ പോയിന്റിനെ എന്താ പറയുക ആധാരമാക്കിയിട്ടാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പിവോട്ടിൻ്റെ എന്താ പറയുക ആ ഒരു പൊസിഷൻ മാറ്റി നമ്മൾ ഡി പ്രസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് എങ്ങനെ വെച്ചു, ഈ ഒരു കോണിലേക്ക് വെക്കല്ലേ, നമുക്ക് ഈ ഒരു കോണിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ഡി വീണ്ടും പ്രസ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആ കോൺ എങ്ങനെയാണോ സെൻട്രലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പിവോട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ഡിഫോൾട്ടായിട്ട് സെൻട്രലൈസ്ഡ് തന്നെ ആക്കിയിട്ട് വെക്കാം അല്ലേ. നമുക്ക് ചില ഈ സമയങ്ങളിൽ അത് സെൻട്രലൈസ്ഡ് ആയിട്ട് സെൻട്രലായിട്ട് വേണ്ടാത്തൊരു ആവശ്യം വരും. ഓക്കെ അല്ലേ? ഓക്കെ, വീണ്ടും നമ്മളെ പൊസിഷനൊക്കെ മാറിയില്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രലിലേക്ക് തന്നെ കൊണ്ടുവരാം. 0 0 0 0 ഇതൊക്കെ 1 1 1 തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പം കിട്ടും. അവിടെ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായി പോകും. ഓക്കെ അല്ലേ? ഇപ്പോൾ താഴെയാണല്ലേ കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മേലോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് W പ്രസ് ചെയ്യുക, മേലോട്ടേക്ക് വലിച്ചു വെക്കുക. ഓക്കെ അല്ലേ? സ്റ്റേജിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട്, അതായത് ഈ ഗ്രിഡിൻ്റെ മുകളിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും സുഖം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ക്യൂബ് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എന്താ ചെയ്യാന്നറിയോ? ഷിഫ്റ്റ് D അടിച്ചു കഴിഞ്ഞാൽ ക്യൂബ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 2 ആൾ ആയി. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ എഡിറ്റിൽ കോപ്പി പിന്നെ പേസ്റ്റ് ഉണ്ടാവും, നമുക്കറിയാം. അതിന് പകരം കമാൻഡ് C, വിൻഡോസിലാണെങ്കിൽ Ctrl+C, എന്നിട്ട് കമാൻഡ് V, വിൻഡോസിൽ Ctrl+V അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആയി. കണ്ടോ, എന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ആയി. അപ്പോൾ നമ്മളിതിനെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാനും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പഠിച്ചു അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഏറ്റവും സുഖം. ഷിഫ്റ്റ് D അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോപ്പി ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ കീ പ്രസ് ചെയ്യാം. മാക്കിലാണ്, വിൻഡോസിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എനിക്ക് അറിയില്ല, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു ആരോ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ആംഗിളിൽ ഇതിനെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും സുഖമുള്ളൊരു മെത്തേഡ് ഇതാണ്.
നമുക്ക് ഏത് ആംഗിൾ വേണ്ട വെച്ചാൽ ആംഗിളിൽ വെക്കുക. കൺട്രോൾ കീ പ്രസ് ചെയ്യുക. ഞാൻ പ്രത്യേകം പറയട്ടെ, മാക്കിലാണ്. വിൻഡോസിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടോ, കോപ്പി ആവുന്നത്. അപ്പോൾ ഓക്കെ, കോപ്പി ചെയ്തു. ഇനി ഇതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ജസ്റ്റ് അത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഡിലീറ്റ് അടിച്ചു കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ട് ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മായയാണ്, ലക്ഷക്കണക്കിന് ടൂൾസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂൾസ് ആണ്. ഇതിൻ്റെ പുറമെ ഇവിടെ മെനുവിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് വേറെ ഉണ്ട്. പിന്നെ പ്ലഗിൻസ് ആഡ് ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബേസിക് എന്ന് പറഞ്ഞാൽ മൊത്തം ബേസിക് ആണ്. അഡ്വാൻസ്ഡ് ആണോ വെച്ചാൽ മൊത്തം അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകില്ല. എന്നാലും ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതാണെന്ന് പറഞ്ഞാണ്. അതുപോലെ താഴെ നമുക്ക് ഇവിടെ ഒരു ടൈം ലൈൻ കൂടെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. റിഗ്ഗിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അനിമേഷൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ മോഡലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു മോഡലിംഗ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ അൺറിയൽ എഞ്ചിനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺറിയൽ എഞ്ചിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് അതിൽ പെട്ടെന്ന് നമുക്ക് ആനിമേഷന് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെറിയ ടൂളുകൾ, എന്തെങ്കിലും ചെറിയ മോഡലുകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കൂടുതൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞു. ഇനി മുന്നോട്ടേക്ക് നമ്മൾ ഏത് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും. അതായിരിക്കും നന്നാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ഗ്രിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഗ്രിഡിനെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൻ്റെ ഈ ക്യൂബ് ബോക്സിൻ്റെ വ്യൂ ക്യൂബിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെന്താ, ഈ ടൂൾസ് എന്താണെന്ന് പറഞ്ഞു, ഈ ഒരു ഏരിയ എന്താണെന്ന് പറഞ്ഞു, ഈ ഏരിയ പറഞ്ഞു, ഈ ഏരിയ പറഞ്ഞു അല്ലേ? പിന്നെ ഇവിടെ കുറേ ലെയർ ഏരിയകളൊക്കെ ഉണ്ട്, നമ്മൾ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് മെയിൻ. അതുപോലെ ഷെൽഫ് ഏരിയകൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓൺ ആക്കി നോക്കിയാൽ നമുക്ക് ഒരുപാട് ടൂൾസ് കാണാനുണ്ട്. പക്ഷേ കണ്ടതിൻ്റെ കാര്യമില്ല, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടില്ല. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾ മോഡലിംഗ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത്, അവിടെ എഫക്റ്റുകൾ കൊടുക്കുക, ആനിമേഷൻ കൊടുക്കുക. അതിനനുസരിച്ച് ഇവിടെ നമുക്കതിന് ടൂൾസൊക്കെ മാറും കേട്ടോ. ഇപ്പം എഫക്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അനുസരിച്ച് ഇവിടെ ഈ ടൂളുകളുണ്ടോ, ഇതൊക്കെ മാറും. ആ ഒരു മെനുവിലുള്ള ഓപ്ഷൻസ് ഒക്കെ മാറുന്നത് കണ്ടോ. അങ്ങനെ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്തു. തൽക്കാലം നമ്മൾ മോഡലിങ്ങിൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.